പാതിരാത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. രാത്രി ഉറക്കമില്ല. ആരാ വെറുതെ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നിനക്കെന്താ ബ്രാൻഡ്? ഗുഡ് നൈറ്റ്. ഓക്കേ. ഇന്നലെ ഏത് ബ്രാൻഡ് അടിച്ചത്? നേരം വെളുത്തു, കണ്ണൂർ നോക്ക്. നീയാ? എന്താ കാര്യം? അതെ, സായിപ്പ് നിങ്ങളോടൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. സായിപ്പിന് നമ്മളെ കാണണമെന്ന്. സായിപ്പിന് നമ്മളെ കാണണമെന്ന്. എന്തേ അയാളുടെ അളിഞ്ഞ ഇംഗ്ലീഷ് കേൾക്കാനാ? ഇവിടെ ഞങ്ങക്ക് മലയാളം തന്നെ ശരിക്കും പറയാൻ പറ്റണില്ല. അപ്പോഴാ അയാളുടെ ഇംഗ്ലീഷ്. വല്ല പണിയും നോക്കാൻ പറയാൻ സായിപ്പ്. അതെ, ഈ പ്രാവശ്യം എന്തോ കാര്യമായിട്ട് തടയുന്ന വകുപ്പാ. അതല്ലേ ഞാൻ തന്നെ നേരിട്ട് വന്നത്. അതെ, കഴിഞ്ഞ തവണ കാര്യമായിട്ട് കാണാത്തതിന്റെ കുഴപ്പം ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇനി സായിപ്പായിട്ട് ഒരു ഇടപാടുമില്ല. താൻ പോയി തന്റെ ജീൻവാൾജി സായിപ്പോട് പറ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പ്രാവശ്യം ഏൽപ്പിക്കുന്ന കാര്യം നടന്നാലും ഇല്ലെങ്കിലും അഡ്വാൻസ് ആയിട്ട് ലക്ഷങ്ങളാ കയ്യിൽ വരാൻ പോകുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞ വിശ്വാസം ആയില്ലെങ്കിൽ സായിപ്പിനെ വിളിച്ചു. വേണ്ട, അതൊന്നും വേണ്ട. വിളിക്കണ്ട. വിളിച്ചാലും സായിപ്പ് ഇംഗ്ലീഷേ സംസാരിക്കത്തുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും പിടിയില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ധൈര്യമായിട്ട് പോ. അല്ലേ? ശരി. എടാ, ഈ ഡീല് കൊണ്ട് ചിലപ്പോ നമ്മളെ രക്ഷപ്പെടും. എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. നിന്റെ മനസ്സല്ലേ പറഞ്ഞു? എന്റെ ഈ ശരീരം എപ്പോഴാ പറഞ്ഞത്? കുറെ നേരമായാലൂടെ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്, ഒരുമാതിരി കള്ളന്മാരെ പോലെ. ഈ ഇരിപ്പിനൊരു സുഖമുണ്ട് സാറേ. ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകളോ? വൃത്തികെട്ടവൻ. ഈ സാറിന് നമ്മൾ വിളിച്ചോണ്ട് വന്നേ നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടാ. ക്ഷമിക്കണം. സാറിന് ഇത് ആദ്യമായിട്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്കിതൊരു ശീലമാ. എല്ലാവരും അനുഭവമായിട്ട് കൂട്ടിയാ മതി. പക്കി വരുവോടേ? വരും സാർ, ഇപ്പൊ വരും. ഈ കൊട്ടേഷൻ ടീം ശനിയും ഞായറുമാണ് സാധാരണയായി കൊട്ടേഷൻ സ്വീകരിക്കാറുള്ളത്. ഇനി ഞായറാഴ്ചയല്ലേ? വരും, വരാതിരിക്കില്ല. സാറ് നോക്കിക്കോ. കണ്ടോ, ആ കണ്ണാടിക്കാരനാ പക്കി. ഇത്തിക്കര പക്കി. ഈ നാട്ടിലെ ഗുണ്ടാ തലവൻ. പറയുന്നത് ചെയ്തു തരും. പക്കിയുടെ കൂടെ ഉള്ളവന്മാരാ ജംബുലിംഗവും വെള്ളാനി പരമുവും. അതെ, പക്കിയുടെ റൈറ്റ് ഹാൻഡ് അവന്മാരാ. നസീറും ജെന്നും അഭിനയിച്ച സിനിമകളുടെ പേരല്ലേ? അവന്മാരെ കണ്ടിട്ടല്ലേ നസീർ സാറിന് ആ പടത്തിൽ ആ പേരിട്ടത്? പിന്നല്ലാതെ. വന്നവരാണ് കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത്. കണ്ട, ആ പെട്ടി നിറച്ചു പണമാണ്. ആ പെട്ടിയുടെ വലിപ്പം കണ്ടിട്ട് കയ്യും കാലും വെട്ടാനുള്ള കൊട്ടേഷനാ. സത്യമാ സാറേ. തല വെട്ടാനാണല്ലേ ചാക്കിനകത്തായിരിക്കും ഒരു പണം കൊണ്ടിരുന്നത്. അല്ല, സാറിനെന്താ അവന്മാരെ ഇടിക്കാനാണോ? ഇടിക്കാനല്ല, ഇവന്മാരെ കുറിച്ച് പഠിക്കാനാണ്. എന്നിട്ട് അവന്മാരിൽ ഒരാളാവണം. ഞാനെന്ന് പറഞ്ഞല്ലേ ഇയാൾക്ക് 25 പൈസയുടെ കുറവുണ്ടെന്ന്. 25 അല്ല, 75 പൈസന്റെ കുറവുണ്ട്. തൽക്കാലം നിങ്ങൾ സ്ഥലം വിട്ടോളൂ. അല്ല സാറേ, ഇനി അനുഭവങ്ങളൊന്നും വേണ്ടേ? ആവശ്യമുള്ളപ്പോ അറിയിക്കാം. സമ്പാദിക്കാൻ നോക്കാം. അവന്മാരുടെ അടുത്തേക്ക് പോകുമ്പോ ഗെറ്റപ്പിൽ ചെറിയ മാറ്റം വരുത്തി പോകുന്നതായിരിക്കും വളരെ നല്ലത്. ഈ സ്റ്റേഷനിൽ പുതിയ SI ആയതുകൊണ്ട് സാറിനെ മനസ്സിലാക്കാൻ വഴിയില്ല. എന്നാലും അനുഭവത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോ ഒരടിമുട്ടി മാറ്റം വളരെ നല്ലതായിരിക്കും. നീ ഏതാടാ? ഞാൻ കുറച്ച് വടക്കുള്ളതാ, അതുകൊണ്ട് വിടക്കാവാൻ തീരുമാനിച്ചോ? ഏയ്, ഭായിയുടെ കൂടെ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാ. നിന്നെ കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണം ഉണ്ടല്ലോടാ. പിന്നെ എന്തിനാ ഈ വഴി തിരഞ്ഞെടുത്തത്? പിന്നെ ഒരിക്കലും ഇതിൽ വീണാ പിന്നെ തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടാ. നല്ലപോലെ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ഭായി എന്നെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാൻ നീ എന്നെ ഭാര്യ. നിനക്കെന്തൊക്കെ പണിയറിയാം? കൈവിട്ടാനും കാലുവിട്ടാനും അറിയൂ? എന്ത് വേണമെങ്കിലും ഞാൻ വെട്ടിക്കൊള്ളാം. ഇവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഈ പണിക്ക് നടക്കുന്നവർക്ക് കള്ളലക്ഷണം ഒരു മുതൽക്കൂട്ടായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാടാ പറയാൻ? ബൈ.
രാവിലെ 11 മണിക്ക് മാർക്കറ്റിലെ 10 കടന്ന് അഴിച്ചുപിരിവ്, 12 മണിക്ക് പന്നിപ്പറമ്പിൽ ഉസ്മാന്റെ കാല് വിടണം. പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 3 മണിക്ക് ദുബായ് കോളനിയിൽ അശോകന്റെ വീട്ടിലെ വാടകക്കാരെ പിടിച്ച് പുറത്താക്കണം. ഇന്നത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, അശോകന്റെ വീട്ടിലെ വാടകക്കാർ ഒഴിപ്പിക്കാൻ നീ വയ്ക്കോ. ഓ, ഞാൻ പോയിക്കൊള്ളാം ഭായ്. ഇത് ഞാൻ കലക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. നോക്കി നിൽക്കണം, കേറി വാ. ഓഹോ, താനാണല്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ? അയ്യോ കുട്ടി, ഞാനല്ല കേട്ടോ. എല്ലാം വ്യക്തമായി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. എന്താണ് നോക്കി നിൽക്കണേ? അങ്ങോട്ട് പിടിച്ച് പുറത്താക്കണേ. വീട്ടിൽ നിർത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കോ. അങ്ങോട്ട് ഇറങ്ങണേ. എന്നെ വിടാൻ. എന്താണ് സ്ഥലമില്ല മോളെ, നമ്മൾ എന്ത് ചെയ്തിട്ടാ? ഓക്കെ ബോസ്, എല്ലാം ലെവലാക്കിയിട്ടുണ്ട്. എന്ത് കണ്ണിച്ചോരല്ലാത്ത പണിയാണ് ഈ തെണ്ടികൾ ചെയ്തത്? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല മോളെ, പോലീസിൽ പരാതി കൊടുക്കണം. അവന്മാര് പക്കിയുടെ ആൾക്കാരാ. ആൾക്കാരെന്താ പറത്തിക്കളയോ? വേണ്ട വേണ്ട മോളെ, ഒന്നിനും പോണ്ട. അവരൊക്കെ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാ. വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് പണം കടം വാങ്ങി എന്നുള്ളത് നേരാ. അതുകൊണ്ട് വീട് വിട്ടു പോകണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാ? അശോകനെ കൊണ്ട് ഇതൊക്കെ ആരോ ചെയ്യിക്കുന്നതാ. എനിക്കറിയാം ഇതാരാ ചെയ്തേന്ന്. ചെയ്തവനെ കൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം കാണും.